നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് അടുത്തിടെയുണ്ടായ ചില സംഭവങ്ങൾ നമുക്ക് അറിയാം. പഹൽഗാൻ ഭീകരാക്രമണം, മതം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ വെടിവെച്ചു കൊന്നു എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണമാണ് ഭീകരവാദികളുടെ ഭാഗത്തു നിന്നും വന്നത്. അത് വലിയ പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാക്കി. അതിനെ തുടർന്ന് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് കനത്ത മറുപടി നൽകുകയും ചെയ്തു. നമ്മളൊക്കെ തന്നെ സൈന്യത്തിനൊപ്പം അന്നും ഇന്നും എന്നും ഇനി വരുന്ന കാലത്തൊക്കെ തന്നെ നിൽക്കേണ്ട ആളുകളാണ്. കാരണം സൈന്യം എന്ന് പറയുന്നത് അത് അവിടെ കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും ഇനി ഒരുപക്ഷെ നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാലും സൈന്യമെന്നും നമ്മുടെ രാജ്യത്തിൻ്റെതാണ്. അല്ലാതെ അത് നരേന്ദ്രമോദിയുടേതോ രാഹുൽ ഗാന്ധിയുടേതോ അല്ലെങ്കിൽ മറ്റ് CPM നേതാക്കളുടേതോ സ്റ്റാലിൻ്റെയോ പിണറായി വിജയൻ്റെയോ ഒന്നുമല്ല. നമ്മുടെ രാജ്യത്തിൻ്റേതാണ് സൈന്യം എന്ന് പറയുന്നത്. ആ ഒരു സൈന്യത്തെ എന്നും ബഹുമാനിക്കേണ്ടതാണ് നമ്മൾ ഓരോ ഭാരതീയനും ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെയല്ലാത്ത ചില ആളുകളുണ്ട്. അത്തരത്തിൽ ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു കേസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് നസീം കാരക്കുന്ന് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ ജയിലിലാണ് ഉള്ളത്. സംഭവം ഇതാണ്. ഈ നസീം ചെയ്തിരിക്കുന്നത് ഈ ഓപ്പറേഷൻ കുബേരയുമായി ബന്ധപ്പെട്ട സമയത്ത് സൈന്യത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുകയാണ് ഉണ്ടായത്, സൈന്യത്തെ അവഹേളിച്ചുകൊണ്ട്. മാത്രമല്ല അയാളുടെ ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: നിന്റെ തീവ്രവാദവും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ബംഗ്ലാദേശിൽ കിട്ടിയ പോലെ കേരളത്തിലും കിട്ടും. മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. 1921 മാറാട് കലാപം ഇതൊക്കെ ഓർത്താൽ മതി. അതായത് മതപരമായ വിദ്വേഷം പരത്തുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ ഒരാൾക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് നസീം കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഈ സുഹൃത്തിനോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ സുഹൃത്തിൻ്റെ ഇത്തരം നിലപാടുകളോട് പിന്തുണയ്ക്കുന്ന ആളുകളോട് പറയാനുള്ളത്, എന്തിനാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യം പോലെ മറ്റൊരു രാജ്യം ഇത്രയും സുന്ദരമായി ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന മറ്റൊരു രാജ്യം ലോകത്തെവിടെയും ഇല്ല. അത് മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. ഓരോ ദിവസവും സ്ഫോടനങ്ങൾ, ആക്രമണങ്ങൾ, സ്കൂൾ കുഞ്ഞുങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പൊട്ടിത്തെറിക്കുന്നു. ആ രീതിയിൽ പട്ടിണി ഒരു ഭാഗത്ത്, കുടിവെള്ളമില്ലാതെ ദാഹിച്ചു വലഞ്ഞു മരിക്കുന്ന ആളുകൾ മറുഭാഗത്ത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മറ്റ് ലോകരാജ്യങ്ങളിൽ നടക്കുന്നത്. എന്നാൽ എത്ര സുന്ദരമാണ് നമ്മുടെ രാജ്യം. ഇവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ, ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ കുത്തിത്തിരിപ്പ്, മതങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ സൈന്യത്തെ അവഹേളിച്ചുകൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ശരിയല്ല. എന്തായാലും ഈ നസീം കാരക്കുന്നിനെതിരെ ഇടുക്കിയിലെ ഒരു യുവമോർച്ച നേതാവ് പരാതി നൽകുകയും ഇപ്പോൾ ഇയാൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ നസീം ഇപ്പോൾ ജയിലിലാണ്, റിമാൻഡിലാണ് ഉള്ളത്. ഇനി ഈ നസീമിൻ്റെ ഭാവി എന്താവും എന്നതിനെക്കുറിച്ചും വളരെയേറെ ചിന്തിക്കേണ്ടതാണ്. കാരണം രാജ്യദ്രോഹ കുറ്റം പോലുള്ള കേസുകളിൽ പെട്ടുകഴിഞ്ഞാൽ പാസ്പോർട്ട് പോലും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. നസീം എന്തായാലും ചെറുപ്പക്കാരനാണ്. നസീമിന് തൊഴിൽ തേടി മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോവേണ്ടി വരും. അത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഒരു കമൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയരുന്നത്, അല്ലെങ്കിൽ സൈന്യത്തെ അവഹേളിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയരുന്നത്. ഇത്തരം കമൻ്റ് ഇടാനൊക്കെ ആളുകൾ ചിലപ്പോൾ പ്രേരിപ്പിച്ചെന്ന് വരാം. പക്ഷേ അതിൻ്റെ ദുരന്തം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടത് സ്വയം തന്നെയാണ്. ഒരു പാസ്പോർട്ട് കിട്ടാതെ, പുറത്ത് ജോലിക്ക് പോകാനാവാതെ, എന്നും ഇത്തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട് ഈ രാജ്യദ്രോഹ കുറ്റം വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടാനും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതാണ് നമ്മുടെ നിയമം. അങ്ങനെയൊക്കെ ആവുന്ന തരത്തിൽ എന്തിനാണ് നമ്മൾ പ്രതികരിക്കുന്നത്? നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി പ്രതികരിക്കാനുമുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മതപരമായ വിദ്വേഷം, സൈന്യത്തെ അധിക്ഷേപിക്കുക, ഇതൊന്നും നമ്മുടെ രാജ്യത്ത് നല്ലതല്ല ആർക്കായാലും.